മലപ്പുറത്തെ ചില ലീഗ് കോട്ടകളടക്കം ഇളകിയാടുന്നതിന് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പിൽ ആർഎസ്പിക്കും ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്കും തിരിച്ചടി നേരിട്ടപ്പോൾ എൽഡിഎഫ് പാളയത്തിലേക്ക് ചേക്കേറാനായി കാത്തുനിൽക്കുന്ന പി.സി. ജോർജിന്റെ സെക്യുലറിന് തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി. ജെഡിയുവിനും കാര്യമായി നേട്ടമുണ്ടാക്കാനായില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഘടകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ പച്ചത്തുരുത്തുകളായ കൊണ്ടോട്ടിയും തിരൂരും നിലംപൊത്തുന്നതാണ് കണ്ടത്. തിരൂരിൽ LDF നേട്ടമുണ്ടാക്കിയപ്പോൾ 2 ലീഗ് ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ ചേർത്ത് രൂപീകരിച്ച കൊണ്ടോട്ടിയിൽ മതേതര മുന്നണിയാണ് ലീഗിനെ ഞെട്ടിച്ചത്. ലീഗും കോൺഗ്രസും പോരടിച്ച 23 പഞ്ചായത്തുകളിൽ 11 ലീഗ് ഒറ്റയ്ക്ക് ഭരിക്കുമെങ്കിലും പാളയത്തിലെ പോരിനിടെ LDFിലെ 2 പഞ്ചായത്തിലും ജനകീയ മുന്നണിക്ക് 4 പഞ്ചായത്തിലും ഭരണം കിട്ടിയെന്നതും ലീഗിന് തിരിച്ചടിയായി മാറി. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും BJP പിന്തുണയോടെ സ്വതന്ത്രർ ഭരിക്കുമെന്നാണ് സൂചന. UDF പാളയത്തിലെത്തിയ RSPക്കും കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. കൊല്ലം കോർപ്പറേഷനിൽ 8 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 4 ചുരുങ്ങി. തട്ടകമായ നീണ്ടകരയിലും ഭരണം LDF പിടിച്ചു. ഇരവിപുരത്തെ LDF നേടിയ വൻഭൂരിപക്ഷവും RSPയെ ഞെട്ടിച്ചു. UDF ഇട്ട പിള്ളയുടെ പാർട്ടിക്കാവട്ടെ കൊട്ടാരക്കര നഗരസഭയിൽ 8 മത്സരിച്ചെങ്കിലും 2 വിജയിക്കാനായുള്ളൂ. പിള്ളയ്ക്കും പച്ചതൊടാൻ കഴിയാതെ പോയ തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിന് തലയുയർത്തി നിൽക്കാനുമായി. പൂഞ്ഞാർ ഡിവിഷനിൽ മാണിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച സെക്കുലർ ഈരാറ്റുപേട്ട നഗരസഭയിൽ 4 സീറ്റിലും വിജയിച്ചു. ഒപ്പം ജില്ലാ പഞ്ചായത്തിലെ മുണ്ടക്കൽ ഡിവിഷനിൽ LDF വിജയത്തിനും ജോർജിന് അവകാശവാദം ഉന്നയിക്കാനാവും. ജെഡിയുവിനും തട്ടകത്തിൽ തട്ടുകിട്ടിയ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. വീരേന്ദ്രകുമാറിൻ്റെയും ശ്രേയംസ് കുമാറിൻ്റെയും സ്വന്തം നാടായ പുളിയാർമലയിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്.